ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാറുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. പ്രിയപ്പെട്ടവരെ, കാലം പലതും തെളിയിച്ചു കൊണ്ടുവരുന്നു. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. മിന്നുന്നത് എല്ലാം ഒന്നും പൊന്നല്ലെന്നേ. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ ഇന്ന് വിശ്വാസ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളിലും പല ആചാരങ്ങളിലും നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ട് ചെയ്യാൻ പ്രോത്സാഹനം തന്നിട്ട് നാളെ ഒരുപക്ഷെ പറഞ്ഞേക്കാം അത് തെറ്റിപ്പോയി, അത് നമ്മുടെ വിശ്വാസവുമായിട്ട് ചേരുന്നതല്ലായിരുന്നു എന്ന്. അപ്പൊ ഇത്രയും നാള് നമ്മളെ കൊണ്ട് ചെയ്യിച്ചതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? പരിശുദ്ധ മാതാവിനെ സഹരക്ഷകയെന്നും കൃപാവരങ്ങളുടെ മധ്യസ്ഥ എന്നും വിളിക്കാൻ പ്രേരിപ്പിച്ചത് ആരാണ്? സാധാരണ വിശ്വാസികളല്ല. ആരാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഈ രീതിയിൽ ജനത്തെ പഠിപ്പിക്കുകയും സഹരക്ഷകയാം മാതാവേ എന്ന് പറഞ്ഞ പാട്ടിറക്കി അത് പള്ളിയുടെ ഉള്ളിൽ വരെ പാടിപ്പിച്ചത് ആരാണ്? സഭയുടെ പ്രബോധനം അല്ല എന്ന് അറിഞ്ഞിട്ട് പോലും ഇത് ചെയ്യിക്കുകയും ഇതിന് കൂട്ടുനിൽക്കുകയും ചെയ്തത് ആരാണ്? അന്നും പാവപ്പെട്ട നമ്മളെ പോലെയുള്ള കുറെ ആൾക്കാർ പറഞ്ഞു അത് തെറ്റാണ്, അങ്ങനെയല്ല, അത് തെറ്റാണ്, അത് ദുർവ്യാഖ്യാനിക്കപ്പെടും, അതിന് വേറെ അർത്ഥങ്ങളുണ്ട്, അത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് എല്ലാവരും കൂടെ പാവപ്പെട്ടവരായിട്ടുള്ള നമ്മളെ പോലെയുള്ളവരോട് പറഞ്ഞു ഇയാൾ പെന്തക്കോസിന്റെ ആത്മാവിനെ കൊണ്ടുവന്നേക്കുകയാണെന്ന്. അതെ, പെന്തക്കോസ് ദിനത്തിലാണ് കർത്താവിന്റെ സഭ ആരംഭിച്ചത്. ഇവര് പറയുന്ന പെന്തക്കോസുകാരെന്ന് പറഞ്ഞാൽ വേറെയാണ്. ആ ടീമിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പെന്തക്കോസ്തിന്റെ ആത്മാവിനെയാണ് സഭയ്ക്ക് വേണ്ടത്. അല്ലാതെ കള്ളത്തരം പഠിപ്പിക്കുന്ന ദുഷ്ടന്റെ ആത്മാവിനെ തിരിച്ചറിയാനായിട്ട് സഭയ്ക്ക് പറ്റിയില്ല എങ്കിൽ ഇതുപോലെയുള്ള തിരുത്തലുകളുടെ ഒരു ഘോഷയാത്ര തന്നെ നമ്മുടെ പരിശുദ്ധ സഭയ്ക്കുള്ളിൽ വേണ്ടിവരും. ദൈവവചനത്തിൽ ഇല്ലാത്തതും ദൈവവചനത്തോട് ചേരാത്തതും അല്ലെങ്കിൽ ദൈവവചനത്തിന് നേരെ വിപരീതവുമായ ഏത് പ്രയോഗവും ഏത് ആചാരവും ഏത് അനുഷ്ഠാനവും സോ കോൾഡ് വ്യർത്ഥ പാരമ്പര്യവും നാട്ടിലെ അന്യമത ആചാരങ്ങളുടെ അനുകരണവും ആചാരങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് പരിശുദ്ധ കുർബാനയിൽ പോലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഭാരതവൽക്കരണം എന്ന ഓമന പേരിൽ സാത്താൻ അവന്റെ തന്ത്രങ്ങൾ അതിവിശുദ്ധ സ്ഥലത്ത് വരെയും കയറ്റിവെച്ച് വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ കുർബാനയിൽ വരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിശ്വാസിക്ക് അത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മുടെ പാരമ്പര്യത്തിന്റെ ആണെന്ന് പറഞ്ഞ് പറ്റുമെങ്കിൽ അത് അപ്പോസ്തോലിക പാരമ്പര്യമാണെന്ന് വരെ പറയാൻ മടിയില്ലാത്ത സാത്താന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവരുടെ ചതിയിൽ പെട്ടുകിടക്കുകയാണ് സഭാമക്കളിൽ പലരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഭയ്ക്കകത്ത് മാക്സിമം ഏതോ ഒരു വൈരാഗ്യത്തോടു കൂടി തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പള്ളി ഏതാണ് അമ്പലം ഏതാണെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തിലെ കെട്ടിട സമുച്ചയങ്ങൾ, കോടികളുടെ ആസ്ഥാന മന്ദിരങ്ങൾ വരെ കത്തീഡ്രൽ ദേവാലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഭാരതവൽക്കരണം, കർത്താവ് പറഞ്ഞത് ഭാരതത്തെ സുവിശേഷവൽക്കരിക്കാൻ. നമ്മളിപ്പോ പഠിപ്പിക്കുന്നത് സുവിശേഷത്തെ ഭാരതവൽക്കരിക്കാൻ. കർത്താവിനെ തിയോളജി പഠിപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. സൂക്ഷിക്കണം. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഏതാചാരവും ഏതുടമ്പടിയും ഏത് വണക്കവും ഏത് നല്ല കാര്യങ്ങളെന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും അത് തെറ്റാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, പുല്ലുണങ്ങും പൂവ് വാടും, എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും. മനുഷ്യൻ കൊണ്ടുവരുന്ന തത്വശാസ്ത്രങ്ങളും അമിതമായിട്ടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ചാർത്തിക്കൊടുക്കുന്ന വചനങ്ങളും അപദാനങ്ങളും ഒക്കെ തെറ്റാണെന്നും യേശുക്രിസ്തുവിന് മാത്രം അവകാശപ്പെട്ടത് ഭക്തിയുടെയും സെന്റിമെന്റ്സിന്റെയും പേരിൽ മാതാവിന് ചാർത്തിക്കൊടുക്കുന്നത് മാതാവിനെ പോലും അപമാനിക്കുന്നതിന് തുല്യമാണെന്നും നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മളെ ഒരു ചാപ്പ കുത്തും പെന്തക്കോസ്. നമ്മൾ പെന്തക്കോസ് ഒന്നും അല്ല. കത്തോലിക്കാ സഭയുടെ പരിശുദ്ധമായിട്ടുള്ള കൂദാശകളിലും സത്യവിശ്വാസത്തിലും വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന ഉത്തമ കത്തോലിക്കൻ തന്നെയാണ് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ
വളരെയേറെ തെറ്റിപ്പോകുന്നു. പള്ളിക്കകത്ത് കച്ചവടം കൊഴുക്കുന്നു. ഭക്തിയുടെ പേരിൽ ധനലാഭത്തിനുള്ള മാർഗമായിട്ട് ഇത് മാറുന്നു. സങ്കീർത്തന പുസ്തകം 119 അധ്യായം 89 വാക്യം, കർത്താവേ, അങ്ങയുടെ വചനം മാത്രമാണ് എന്നേക്കും നിലനിൽക്കുന്നത്. യുവമാര് കൊണ്ടുവരുന്ന ആശയങ്ങളല്ല, ഇവർ കൊണ്ടുവരുന്ന കള്ള പഠിപ്പിക്കലല്ല. അത് മാറിപ്പോകും. നാളെ അത് തെറ്റാണെന്ന് തെളിയിക്കും. സഭ ഇന്ന് വരെയും ഔദ്യോഗികമായിട്ട് ശരിയാണെന്നോ അതിനെ ഫോളോ ചെയ്തോളൂ എന്ന് പറയുന്നത് പോലും ചെയ്യാത്ത ചില ഭക്തി കേന്ദ്രങ്ങൾ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ പേരിൽ കോടികൾ ആയിട്ടുള്ള ജനങ്ങളെ പറ്റിക്കുന്നത് നമ്മൾ ഇന്നും കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. മത്തായി സുവിശേഷം 5:18 പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ കർത്താവിന്റെ വചനത്തിൽ, നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് 5:19 പറയുക, ഈ പ്രമാണത്തിൽ ഏറ്റവും ചെറുതുപോലും ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവന്റെ, ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി, ഗതികേട് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. കർത്താവിന്റെ വചനത്തിന് ചേരാത്തതൊന്നും സഭയിലെ ഒരു വിശുദ്ധർക്കും പരിശുദ്ധ അമ്മയ്ക്കും ഇണങ്ങുകയില്ല എന്നുള്ളത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടും ഇപ്പോഴാണ് അതിന്റെ ബോധ്യം കിട്ടിയത്. അപ്പൊ ഇത്രയും തലമുറകളെ കൊണ്ട് ഇത് പറയിപ്പിച്ചതിന് ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? അവരെല്ലാം ഇന്ന് കുമ്പസാരിക്കേണ്ട ഗതികേട് വരുമോയെന്ന് നാളെ നമുക്കറിയാം. അങ്ങനെ ഒരു പ്രബോധനം ചിലപ്പോൾ ഇറക്കിയേക്കും. 1 പത്രോസ് 1:22 പറയുകയാണ്, നിങ്ങളെ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരവും സജീവവും സനാതനവുമായ മാറ്റമില്ലാത്ത ദൈവവചനത്തിലാണ്. കാലങ്ങളനുസരിച്ച്, ഏരിയ അനുസരിച്ച്, ലൊക്കേഷൻ അനുസരിച്ച്, ഓരോ നാടിൻ്റെയും രീതി അനുസരിച്ച് മാറുന്ന ദൈവവചനത്തിലല്ല, അനശ്വരമായ ദൈവവചനത്തിൽ നിന്നാണ്. ഒരു താക്കീത് പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും തരുന്നത്. പത്രോസ് അപ്പോസ്തലൻ തരുന്ന താക്കീതാണ് 2 പത്രോസ് 2:3. ഇസ്രായേൽക്കാരുടെ ഇടയിൽ വ്യാജ പ്രവാചകരുണ്ടായിരുന്നു, അതുപോലെ വ്യാജ ഉപദേഷ്ടാക്കൾ പുറത്തുനിന്ന് വരുമെന്നല്ല, നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അവർ പറയും, ദേ ഇവിടെ ഒരു പുതിയ ഉടമ്പടി ഉണ്ട്, ഇവിടെ ഒന്ന് സൈൻ ചെയ്ത് വെച്ചാൽ മതി, അടപടലെ അനുഗ്രഹം വരും. കർത്താവിന്റെ രക്തത്തിന്റെ ഉടമ്പടി നിലനിൽക്കെ വേറെ ഏത് ഉടമ്പടിയാണ് സ്വർഗവുമായിട്ട് ചെയ്യുന്നത്? കാര്യം കാണാനായിട്ട് സ്വന്തം അമ്മയുമായിട്ട് നമ്മൾ ഉടമ്പടി വെക്കുവോ? അത് സാധിക്കാത്ത നിങ്ങൾ എങ്ങനെയാണ് യേശുവിന്റെ അമ്മ എൻ്റെ അമ്മയാണെന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. അമ്മ മക്കൾ ബന്ധത്തിലെ ഉടമ്പടി വെച്ചിട്ടാണോ കാര്യം സാധിക്കുന്നത്? യേശുക്രിസ്തു ഉടമ്പടി വെച്ചിരിക്കുന്നത് സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രക്തത്തിന്റെ ഉടമ്പടി. നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാശിയെ സ്വർഗവുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള പാലമാണ് ഈ രക്തത്തിന്റെ കാസ. എന്നും നമ്മൾ ഉയർത്തിയിട്ട് കുർബാനയിൽ പറയും, ഇത് പുതിയ നിയമത്തിന്റെ എൻ്റെ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് കർത്താവിന്റെ 2ാം വരവ് വരെ നിലനിൽക്കെ സ്വർഗത്തിലിരിക്കുന്ന മാതാവുമായിട്ട് നമുക്കെന്താ വേറൊരിടപാട്? ഇത് കുറുക്ക് വഴികളല്ല. ഇവരെക്കുറിച്ച് 2 പത്രോസിന്റെ ലേഖനത്തില് 2ാം അധ്യായത്തിന്റെ 3ാം വാക്യത്തിൽ പറയുന്നു, അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യുന്നു, നിങ്ങളത് അറിയുന്നില്ല. മത്തായി സുവിശേഷം 21-ാം അധ്യായം 12-ഉം 13-ഉം വാക്യം, എൻ്റെ ആലയം പ്രാർത്ഥനയുടെ ആലയമാണ്, നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. വചനം നമ്മൾക്ക് ബോധ്യം തരണം, ഇതിലേതാണ് സത്യം. കാണുന്നത് എല്ലാത്തിൻ്റെയും പുറകെ ചെണ്ട കൊട്ടി രൂപം എഴുന്നള്ളിക്കുന്നതിൻ്റെ പുറകെ ഒന്നും എല്ലായിടത്തും ഓടരുത്. കാരണം ഇതിലേതാണ് ദൈവികമെന്ന് തിരിച്ചറിയാനായിട്ട് വചനവുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കണം. മിന്നുന്നത് എല്ലാം പൊന്നല്ല പ്രിയപ്പെട്ടവരെ. അതിന് പൊന്നാണോ എന്ന് അറിയാനായിട്ട് പണ്ടൊരു മാർഗം ഉണ്ടായിരുന്നു. നമ്മൾ പണയം വെക്കാനായിട്ട് സ്വർണം കൊണ്ടുപോവുകയാണെങ്കിലും അവിടെ ഇരിക്കുന്നൊരു തട്ടാൻ ഒരു കല്ലേൽ ഉരച്ചു നോക്കും. കുറച്ചുരച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പൊടി തൊട്ട് നോക്കിയാൽ അറിയാം അത് സ്വർണമാണോ ചെമ്പാണോ പ്ലേറ്റഡ് ആണോ റോൾഡ് ഗോൾഡ് ആണോ എന്നുള്ളത്. മിന്നുന്നതെല്ലാം പൊന്നല്ല. എല്ലായിടത്തും കാണുന്ന കുരിശുരൂപത്തിന്റെ താഴെ കാണുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ക്രൈസ്തവമല്ലെന്നേ. ഇത് കച്ചവട കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ പല പള്ളികളും ധ്യാന കേന്ദ്രങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചറിയുക, ഏതാണ് ദൈവികം, ഏതാണ് ദൈവികമല്ലാത്തത്,
ഏത് പദപ്രയോഗമാണ് പരിശുദ്ധ മാതാവിന് ചേരുന്നത്, ഏത് പദപ്രയോഗമാണ് ദൈവവചന പ്രകാരം ചേരാത്തത് തിരിച്ചറിയണം. 1 തിമോത്തി 6:5 പറയുന്നു, അവരെക്കുറിച്ച് പറയുക, അവർ ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ, എടുത്ത് വായിക്കണം. ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമായി കരുതുന്ന മനുഷ്യർ. അത് പുറത്തുനിന്ന് വരുമെന്നല്ല, നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അന്നത്തെ ബിഷപ്പാകാനിരുന്ന തിമോത്തിയോട് സെയിന്റ് പോൾ പറഞ്ഞു കൊടുക്കുക, ഇത് സഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന്, പുറത്തുനിന്നൊന്നും വന്ന് ചെയ്യുമെന്നല്ല. ധനലാഭത്തിനുള്ളവര്, ദൈവഭക്തിയെ ധനലാഭത്തിനുള്ളവർ അമ്പെടുത്താൽ 100 രൂപയ്ക്ക് അമ്പെടുത്ത് കൊടുത്താൽ അനുഗ്രഹം കിട്ടുമെന്നും, ഉടമ്പടി 350 രൂപയുടെ ഉടമ്പടി അല്ലെങ്കിൽ 500 രൂപയുടെ ഉടമ്പടി ഒപ്പിട്ട് പത്രം മേടിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്നും, ധനലാഭത്തിനുള്ള മാർഗമായിട്ട് വാഴക്കൊല കൊടുത്താൽ അനുഗ്രഹം കിട്ടുമെന്നും പഠിപ്പിക്കുന്ന ധനമോഹികളായിട്ടുള്ള അത്യാഗ്രഹികൾ നിങ്ങളുടെ ഇടയിലുണ്ടാകും. അവര് നിങ്ങളുടെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഏത് പദപ്രയോഗം ആർക്ക് വേണമെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് പോലും ചാർത്തി കൊടുക്കാനായിട്ട് അവർ തയ്യാറാണ്. ബിവെയർ ഓഫ് ദാറ്റ് ക്രുക്കഡ് പീപ്പിൾ. 2 കൊറിന്തോസ് 2:17 പറയുന്നു, ദൈവവചനത്തെ മായം ചേർത്ത് കച്ചവടം നടത്തുന്ന പലരുണ്ട്. അത് പുറത്തുനിന്നല്ല, ഇതെല്ലാം സഭയ്ക്കകത്ത് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. കർത്താവിന്റെ പരിശുദ്ധ സഭയ്ക്കകത്ത് സഭയുടെ പ്രബോധനമായിട്ട് പൗലോസ് അപ്പോസ്തലൻ അന്നേ നമുക്ക് വാണിംഗ് തന്നിരിക്കുക. കത്തോലിക്കരായ നമ്മുടെ ഏറ്റവും വലിയൊരു കുറവെന്ന് പറഞ്ഞാൽ, ജന്മം ചെയ്താൽ തല്ലിക്കൊന്നാൽ ഇതൊന്നും വായിച്ചു നോക്കത്തില്ല. വായിച്ചു നോക്കിയാൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ല. അതുകൊണ്ട് എന്തു പറ്റി, ഏത് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ കണ്ടേഷിക്കണേ എന്ന് തിരിച്ചു പറയും അല്ലേ? ഒരച്ഛൻ ലത്തീൻ കുർബാന നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആദ്യത്തെ സംബോധന ഇങ്ങനെയാണല്ലോ, കർത്താവ് നിങ്ങളോടുകൂടെ. അച്ഛൻ ആ സമയത്ത് മൈക്ക് ക്ലിയർ അല്ലായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് മൈക്ക് ഓൺ ആയത് അച്ഛൻ അറിഞ്ഞില്ല. അച്ഛൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, ദർ ഈസ് സം ഫോൾട്ട് വിത്ത് ദിസ് മൈക്ക്. അപ്പം ഇംഗ്ലീഷിൽ പറയുന്ന അങ്ങയോടും കൂടെ എന്നുള്ളത് പറയുന്നതിന് പകരം ജനം ഓർത്ത് അത് പ്രാർത്ഥനയുടെ വാചകമാണെന്ന് ഓർത്ത് ജനം പറഞ്ഞു, ആൻഡ് ഓൾസോ വിത്ത് യുവർ സ്പിരിറ്റ്, അങ്ങയുടെ ആത്മാവോടും കൂടെ. ഇതാണ് കത്തോലിക്കര്. എന്താ പറയുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ആരെന്ത് പറഞ്ഞാലും കത്തോലിക്കര് പറയും, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ഇപ്പൊ അതേ തിരുവനന്തപുരത്ത് ഒരു പള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്നെന്ന് പറയുന്നു, ഒരു ഗ്രോട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെന്ന് പറയുന്നു. എന്താണ്? നല്ല കള്ളന്റെ ഗ്രോട്ടോ. അതൊക്കെ നല്ല കാര്യം. അങ്ങനെ ഒരു ഇത് തടവറയിലുള്ളവർക്കൊരു സന്ദേശം കൊടുക്കാൻ സാധിച്ചാൽ നല്ല കാര്യം. പക്ഷെ അതിന്റെ ലുത്തീനിയ കേട്ടപ്പോഴത്തേക്ക് നെട്ടിപ്പോയി. മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ കള്ള, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വീട് കുത്തി തുറന്ന കള്ള, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ല കള്ളനോടുള്ള പ്രാർത്ഥനയാണത്രേ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലെ ഉദ്ദേശമെന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. ധനലാഭം, എങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ധനലാഭം ഉണ്ടാക്കാം. സഭ ഒരു വിശുദ്ധനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളുടെ വിഗ്രഹം ഉണ്ടാക്കി അതിന്റെ മുൻപിൽ നേർച്ചപ്പെട്ടി വെച്ച് ഭാരതത്തിലെ അല്ലെങ്കിൽ ആദ്യത്തെ സോക്കോൾഡ് വിശുദ്ധന്റെ ദേവാലയം എന്ന പേര് നൽകി അതിലേക്ക് അട്രാക്റ്റഡ് ആക്കുന്നതിന്റെ ഉദ്ദേശം വിശുദ്ധനെ പോലെ ജീവിക്കാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുകയല്ല, മറിച്ച് അതിന്റെ പേരിൽ 10 രൂപ ഇവിടെ വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചൂഷണം ചെയ്യുന്നത് തിരിച്ചറിയാനായിട്ടെങ്കിലും നിങ്ങൾ ദൈവവചനം വായിച്ചു തുടങ്ങുക. ദൈവവചനത്തിന്റെ മുത്തുകൾ മാറ്റമില്ലാത്ത, ഇന്ന് പറഞ്ഞത് നാളെ മാറില്ല, മറ്റന്നാളും മാറില്ല. മനുഷ്യരാര് മാറി മാറി വന്നാലും ദൈവവചനത്തിന് മാറ്റം ഉണ്ടാകുകയില്ല. ഇത് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. ഇത് 100% മുത്താണ്, പൊന്നാണ്. ഇതിൽ ആശ്രയിക്കാം, മാറ്റം വരില്ല. പ്രാദേശിക ആചാരങ്ങൾ മാറിയേക്കാം. ഇന്നലെ ആരതി ഒഴിയുന്നത് ഇന്ന് തെറ്റാണെന്ന് പറയും, നാളെ ഓക്കെ ആണെന്ന് പറയും, മറ്റന്നാൾ അത് സഭയുടെ ഡിക്രി ഇറക്കും, അത് തെറ്റിപ്പോയി ചെയ്യരുതെന്ന്. അപ്പൊ ഇത്രയും നാള് എൻ്റെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊണ്ട് ചെയ്യിച്ചവരോട് എന്ത് മറുപടി പറയും? കുർബാനയിൽ പോലും ആരതി ഒഴിയുന്ന ആചാരം. ഇങ്ങനെയുള്ള പല പല ആചാരങ്ങളും, അത് ഞാൻ ഒരു എക്സാമ്പിൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള എത്ര ആചാരങ്ങൾ നമ്മളെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുക. പള്ളിക്ക് ചുറ്റും ചൂലും കൊണ്ട് നടത്തിക്കുന്നു, പള്ളിക്ക് ചുറ്റും ഇഷ്ടിക തലയിൽ വെച്ച് നടത്തിക്കുന്നു, പള്ളിക്ക് മാതാവിന്റെ പേരിൽ കൊലക്കച്ചവടവും പിന്നെന്താണ് തുലാഭാരവും നടത്തുന്നു. എന്തെല്ലാം അനാചാരങ്ങൾ നമ്മുടെ സഭയ്ക്കുള്ളിൽ കടന്നുകൂടി. നമുക്ക് തിരിച്ചറിയാനായിട്ട് ഏക മാർഗം വചനത്തിൽ ആശ്രയിക്കുക. വല്ലപ്പോഴും എങ്കിലും ആ പൊടി തട്ടി മാറ്റിയിട്ട് ആ ചെമ്പരത്തിപ്പൂ ഇട്ട് ചന്ദനത്തിരിയും കത്തിച്ചു വെച്ചിരിക്കുന്ന ബൈബിൾ എടുത്ത് തൊട്ടുമുത്താനല്ല, തുറന്നു വായിക്കാൻ മനസ്സുണ്ടാകട്ടെ. ചൂഷണമല്ല,
ചൂഷണത്തിൽ നിന്ന് തടയപ്പെടാൻ, ചൂഷണത്തിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധയുള്ളവരായിരിക്കാം പ്രിയപ്പെട്ടവരെ. ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടെ നടക്കാം. മാറ്റമില്ലാത്ത വചനത്താൽ നമ്മളെ നയിച്ച് നിത്യതയുടെ തുറമുഖത്ത് വരെയും എത്തിക്കും. തീർച്ച. അതിൽ നമുക്ക് വിശ്വസിക്കാം. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.